ഒരു ജാതി വാർത്ത. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഹൂറികളുടെ കൂടെ ജീവിക്കാം, തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകാം, സ്വർണ്ണക്കപ്പുകളും പാലും അങ്ങനെ തുടങ്ങി എന്തൊക്കെയോ വർണ്ണനകൾ നടത്തി ഇല്ലാത്ത സ്വർഗത്തെ കാട്ടിക്കൂട്ടി മതഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട വർഗത്തിൻ്റെ ഒരു അവസാന ഇരയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. കറാച്ചിയിലെ ഒരു വനിതാ ചാവേറ് ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് BLFന്റെ ആക്രമണത്തിൽ 6 പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ഇങ്ങനൊരു വനിതാ ചാവേറ് ആക്രമണം നടത്തുന്നത് ആദ്യമായിട്ടാണ്. അവർ മരിക്കാൻ തന്നെ ബന്ധമാണ്. പാകിസ്ഥാനൊന്ന് ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ചെമ്പ് സ്വർണ്ണ ഖനന പദ്ധതി കേന്ദ്രം പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ആക്രമിച്ചത്. അതീവ സുരക്ഷയുള്ള കെട്ടിടം. അവിടെയാണ് ഈ ബോംബ് വെച്ചത്. ഈ ബോംബായിട്ട് ഈ പെൺകുട്ടി വന്നത്. തൻ്റെ ശരീരം BLFന്റെ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ കൂട്ടമായ സാദോ ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഈ ബറ്റാലിയനാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ഗൃഹറാം ബലൂച്ച് ടെലിഗ്രാം പുറത്തിറക്കിയ പ്രസ്താവന അറിയിച്ചു. ചൈനീസ് കമ്പനികളും ഒരു കനേഡിയൻ സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന സെൻഡാക് റെക്കോർഡിക് ഖനന പദ്ധതികളുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് തച്ചുടച്ചത്. ഉയർന്ന മൂല്യമുള്ള ആസ്തി ആക്രമിക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. ഇത് വിമതരുടെ ഈ ചുവടുമാറ്റം പാകിസ്ഥാൻ സർക്കാരിന് എത്രമാത്രം തടയാൻ പറ്റുമെന്നറിയില്ല. ജമ്മു കാശ്മീരിലെ അസ്വസ്ഥതയുണ്ടാക്കി ഇന്ത്യൻ ഗവൺമെൻറ്റിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പാകിസ്ഥാന് ഇപ്പോൾ ബലൂചിസ്ഥാൻ്റെ വക അടുത്ത പ്രഹരം കിട്ടാൻ തുടങ്ങിയപ്പോൾ എന്താണ് ഭീകരപ്രവർത്തനം എന്ന് സത്യത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു മറുഭാഗമുണ്ട്. ഇവിടെ മുഴുവൻ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വലിയൊരു ശക്തിയും സാമ്പത്തിക സഹായവും ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് പറയുന്നത്.